ഹലോ ചങ്ങായീസ്, നമുക്കിത് അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലൊരു ആൽഫ്രെഡോ പാസ്തേൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈസിയാണ്, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ആയിരിക്കും ഇത്. ആക്കാനാണെങ്കിലും വളരെ ഈസിയാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പാസ്ത കുക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ റിഫൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാം പാസ്തയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരു 9 to 10 മിനിറ്റ്സ് ആ ഒരു റേഞ്ചിലായിരിക്കും മാക്സിമം നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഓരോ പാസ്തയ്ക്ക് അനുസരിച്ച് ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതായിരിക്കും കേട്ടോ. മാത്രമല്ല ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകാനും പാടില്ല. ഇപ്പം നമുക്ക് പാസ്ത നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടാണ്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു സോസൊക്കെ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മുടെ വറ്റൽ മുളകില്ലേ, അത് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ മാറുന്നോടെ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്ന് മേടിച്ച ഫ്രഷ് ക്രീമാണ്. അത് ഞാനിതിലേക്ക് 1 കപ്പോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി മെത്തേഡായിട്ടുള്ള ഒരു ഫ്രഷ് ക്രീമിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള പാക്കറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ ഗ്യാസ് വെക്കേണ്ടത് കേട്ടോ. അതിനുശേഷം മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഫ്രഷ് ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഇപ്പോൾ ചൂടായിട്ട് തിളച്ച് തുടങ്ങുന്ന ഒരു സമയമാണ് അല്ലേ. ഈ ഒരു പരുവത്തിലേക്ക് നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ചേർക്കാവുന്നതാണ്. ഞാൻ വെള്ളം കൂറ്റി വെച്ചിരുന്നു, അത് ഇതിലേക്ക് ചേർത്തിട്ട് ആ ഒരു ക്രീമായിട്ട് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ അതിലേക്ക് ചേർക്കുന്ന ചീസാണ്. ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസ് ഇല്ലേ, അതാണെങ്കിലും ചേർത്താലും മതി കേട്ടോ. അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് കുറച്ച് ഒറിഗാനും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഇല്ലെങ്കിൽ നമ്മുടെ ജാതിക്ക ഇല്ലേ, അത് ഉണക്കി പൊടിച്ചതിൻ്റെ ആ ഒരു പൊടി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാസ്ത കുറച്ച് തിക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ച് ലൂസാക്കാനായിട്ട് നമ്മൾ ഓൾറെഡി പാസ്ത വേവിച്ച വെള്ളമില്ലേ, അത് തന്നെ കുറച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ആൽഫ്രെഡോ പാസ്ത തയ്യാറാണ് കേട്ടോ. ഇത് ഈസിയാണ് ആക്കാനായിട്ടും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.